ആത്മീയ ചികിത്സയുടെ മറവിൽ കോഴിക്കോട് വൻ തട്ടിപ്പ്. തളിക്കര സ്വദേശിയിൽ നിന്ന് 1 കോടിയോളം രൂപ തട്ടിയെടുത്ത സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. ഭാര്യയുടെ അസുഖം ആത്മീയ ചികിത്സയിലൂടെ മാറ്റാമെന്ന് പറഞ്ഞ് പണം തട്ടുകയായിരുന്നു. മാറാത്ത ഏത് രോഗത്തിനും പരിഹാരമുണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 2020 ജനുവരിയിലാണ് മലപ്പുറം കോഡൂർ സ്വദേശി ശംസുദ്ദീനും സംഘവും തളിക്കര സ്വദേശി ആദിലിനെ പരിചയപ്പെടുന്നത്. നാദാപുരത്ത് ഒരു മതച്ചടങ്ങിൽ വെച്ചായിരുന്നു ഇത്. ദൈവിക സിദ്ധിയിലൂടെ ഭാര്യയുടെ രോഗം പൂർണ്ണമായി മാറുമെന്ന് വിശ്വസിച്ച ആദിൽ മലപ്പുറത്തെത്തി ചികിത്സ ആരംഭിച്ചു. വൈകിട്ട് 7 മുതൽ രാവിലെ 7 വരെയായിരുന്നു പ്രാർത്ഥനയും മറ്റുമായുള്ള ആത്മീയ ചികിത്സ. 3-ാം നാൾ ഇവർ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 3 ദിവസം കൊണ്ട് തിരിച്ചു നൽകാമെന്നും പറഞ്ഞു. പിന്നീട് 25 ലക്ഷം, 30 ലക്ഷം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി 2 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. മലപ്പുറം കോഡൂർ വട്ടപ്പറമ്പിലെ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയാണ് ശംസുദ്ദീൻ. ഹൈസ്കൂൾ പ്രധാന അധ്യാപകനും പുലാമന്തോൾ വളപുരം സ്വദേശിയായ MK മുഹമ്മദ് ബഷീർ വാഫി, നാദാപുരം സ്വദേശി റഫീഖ് എന്നിവരാണ് ഒപ്പം പിടിയിലായ മറ്റു 2 പേർ. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾ ഇന്ത്യ ഉലമാ ബോർഡിന്റെ അധ്യക്ഷനും സ്കൂൾ പ്രിൻസിപ്പലാണെന്നും സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ആത്മീയ ചികിത്സയ്ക്കൊപ്പം സ്കൂളിന് സംഭാവന നൽകിയാൽ കൂടുതൽ സൗഖ്യമുണ്ടാകുമെന്നും ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചു. പാനൂർ, തൊട്ടിൽപ്പാലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ വേറെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.